നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൺ ഓഫ് ദി ടോപ്പിക് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഫാറ്റി ലിവറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതിന് മുൻപായിട്ട് ഞാൻ പറയട്ടെ, ഇത് നമുക്ക് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്താണ് ഈ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത്? ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ കരളിൽ അടിഞ്ഞുകൂടുകയും അതുമൂലം നമ്മുടെ കരൾ അല്ലെങ്കിൽ നമ്മുടെ ലിവർ ഡാമേജ് ആവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസീസ് കണ്ടീഷനാണ് നമ്മുടെ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത്. ആളുകൾ പറയുന്നതാണ് ആൾ മരിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത് കരൾ രോഗമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആൾ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. അപ്പം ഈ ഒരു അറിവ് മാത്രമാണ് നമുക്ക് അറിയുന്നത്. അതായത് മോസ്റ്റ് ഓഫ് ദ ആളുകൾക്ക് അറിയാം എങ്കിൽ പോലും ചുരുക്കം ചില ആളുകൾക്ക് അറിയാത്ത കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അതായത് മരിച്ചതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ആൾ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിലുപരി നമുക്ക് ഈ ഒരു ലിവർ ക്യാൻസർ അല്ലെങ്കിൽ ഈ ഒരു ഫാറ്റി ലിവർ വരാനായിട്ടുള്ള വേറെയും റീസൺസ് ഉണ്ടെന്നുള്ളത് ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ളത് വാസ്തവമാണല്ലേ. അപ്പോൾ ഈ ഒരു കരൾ രോഗം നമുക്ക് നോക്കാം എത്ര തരത്തിലാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. സോ ഇവിടെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന, അതായത് മദ്യപാനം മൂലം വരുന്ന ഫാറ്റി ലിവർ. 2 എന്ന് പറയുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. എന്താണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്? ഇതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു കാരണം മാത്രമല്ല 2-3 കാരണങ്ങളുണ്ട്. ഇനി ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് പറയാം. എന്തൊക്കെ കാരണങ്ങളാണ് ഇത് മൂലം സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തേത് നമുക്ക് ഒബേസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി, അതുപോലെ തന്നെ എന്താണ് ഹൈ ഡയബറ്റിസ് ലെവൽ അല്ലെങ്കിൽ പ്രമേഹം, വളരെ നല്ല തോതിലുള്ള പ്രമേഹം ഉണ്ടെങ്കിൽ ഇത് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഹൈ കൊളസ്ട്രോൾ ലെവൽ, എന്താണ് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ലെവൽ ഒത്തിരി ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. കുറേ സംശയങ്ങളുണ്ടാവും, ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് അത്രയും സിവിയർ ആയിട്ടുള്ള കേസാണോ, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷനാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ നമുക്ക് എന്താണ് റെമഡി ഉണ്ട്, അല്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സബിൾ സ്റ്റേജിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് നമുക്ക് പോകുന്തോറും ഞാൻ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം കേട്ടോ. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ സിംറ്റംസ് ആണ്, അല്ലെങ്കിൽ കാണപ്പെടുന്ന രോഗകാരണങ്ങളാൽ ആ ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്ന രോഗലക്ഷണങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്, വളരെ തരത്തിലുള്ള ക്ഷീണം, തളർച്ച അനുഭവപ്പെടും, ഫറ്റീഗ് അനുഭവപ്പെടും. അതുപോലെ തന്നെ വളരെ മൈൽഡ്, ചെറിയ തോതിലുള്ള ഒരു വേദന അനുഭവപ്പെടും. പിന്നെന്താണ്, അതുപോലെ തന്നെ വെയ്റ്റ് ലോസ്, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വെയ്റ്റ് ലോസ് അനുഭവപ്പെടും. അതായത് എന്താണ് നമ്മുടെ വെയ്റ്റ് ക്രമാധീനമായിട്ട് കുറയുന്ന ഒരവസ്ഥ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ധാരണ കിട്ടിയില്ലേ? അപ്പോൾ 2 തരത്തിലുള്ള ഫാറ്റി ലിവറാണ് നമുക്കുള്ളത്. ഒന്ന് ആൽക്കഹോൾ കൺസപ്ഷൻ കൊണ്ടുള്ള ഫാറ്റി ലിവർ, അതായത് മദ്യപാനം കൊണ്ടുള്ള ഫാറ്റി ലിവറും, 2 മദ്യപാനം മൂലമല്ലാത്ത കാരണങ്ങളാൽ വരുന്ന ഫാറ്റി ലിവറുമാണ് 2 കാരണങ്ങളെന്ന് പറയുന്നത്, 2 കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ കോസസിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബേസിറ്റി, പിന്നെന്താണ് ടൈപ്പ് 2 ഡയബറ്റീസ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാവുക, പിന്നെന്താണ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക്, പുവർ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ എന്താണ് ഹൈ കൊളസ്ട്രോള് കേസിലൊക്കെ എന്ത് സംഭവിക്കും, നമുക്ക് ഈ ഒരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ അല്ലെങ്കിൽ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. ഇനി ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരാനുള്ള ഒരൊറ്റ ചാൻസേ ഉള്ളൂ, അതെന്താണ് ആൽക്കഹോൾ കൺസപ്ഷൻ ആണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പോസിബിൾ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് ആണ്, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ പ്ലസ് ഡാമേജ് ഓഫ് ലിവർ ആണ് ഇതിൻ്റെ മെയിൻ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലിവർ ഫൈബ്രോസിസ് അല്ലെങ്കിൽ സ്കെയറിംഗ് സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എന്താണ് ആൾ മരിച്ചതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് സിറോസിസ് ഓഫ് ലിവർ അല്ലെങ്കിൽ ലിവർ ക്യാൻസർ ത്രൂ ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് വരുന്നത്? ഈ ഒരു ലിവർ സിറോസിസ് എന്തിലേക്കാണ് നയിക്കുന്നത്? ലിവർ ഡാമേജ്, എക്സസ് ആയിട്ടുള്ള ലിവർ ഡാമേജിലേക്കാണ് നയിക്കുന്നത്.
നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇതിന് ട്രീറ്റ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ലയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. യെസ്, ഓഫ് കോഴ്സ് ഇതിനുണ്ട്. പക്ഷേ നമുക്കൊരു സിംഗിൾ മെഡിക്കേഷൻ കൊണ്ട് ഇത് ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കില്ല. പകരം എന്താണ്, നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുകയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക, ഒരു 5 to 10% ഓഫ് നമ്മുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, പുവർ ഡയറ്റ് അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി നമ്മുടെ ഒരു റെഗുലർ ആയിട്ടുള്ളൊരു ഡയറ്റ് ചെക്കപ്പ് അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ധാരാളം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതുപോലുള്ള എന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഷുഗറി ഡ്രിങ്ക്സ് അതുപോലെ തന്നെ ഷുഗറി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെന്താണ്, എക്സസൈസാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇൻ എ വീക്ക് നമ്മളൊരു 150 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, റെഗുലർ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇൻ കേസ് ഓഫ് നമ്മുടെ ആൽക്കഹോളിക് ഫാറ്റി ലിവറിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, മദ്യപിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മദ്യപാനം എന്ത് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു റെമഡി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുക, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഡയബറ്റീസ് ലെവലൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഞാൻ അപ്പോൾ പറഞ്ഞിരുന്നു എന്താണ് ഇതിന് പെർട്ടിക്കുലർ ഒരു മെഡിക്കേഷൻ കൊണ്ട് ഇതിനെ ക്യൂറപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. പക്ഷേ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സിബിൾ ചെയ്യാൻ പറ്റും, റിവേഴ്സിബിൾ സ്റ്റേജിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു രോഗത്തിനെ നമുക്ക് അഡ്വാൻസ് സ്റ്റേജിൽ നിന്ന് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ത്രൂ എങ്ങനെയാണ്, അതുപോലെ പ്രോപ്പർ ഡയറ്റ് അതുപോലെ തന്നെ എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ മതി. പിന്നെന്താണ്, ആൽക്കഹോൾ കേസിലാണെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ കൺസപ്ഷൻ വളരെ കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സിബിൾ സ്റ്റേജിലോട്ട് നിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പേഴ്സണലൈസ്ഡ് പ്ലാനും അതുപോലെ തന്നെ എന്താണ്, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലുമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് ഈ ഒരു രോഗം വന്ന് പെടാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. സ്റ്റേജസ് ഓഫ് ഫാറ്റി ലിവർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 അങ്ങനെയാണ് ഇതിനെ തരംതിരിച്ചിട്ടുള്ളത്. സോ അതിനകത്തേക്ക് നമുക്ക് അധികം പോകണ്ട. ഇതിൻ്റെ അഡ്വാൻസ് സ്റ്റേജാണ് ഗ്രേഡ് 3 എന്ന് പറയുന്നത്. അത് സിറോസിസ് ഓഫ് ലിവറായിട്ട് പിന്നീട് കൺവേർട്ട് ആവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണെന്നാണ് പറയപ്പെടുന്നത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇന്നത്തെ വീഡിയോ ക്ലിക്കായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നഴ്സിംഗ് സ്റ്റുഡൻസിന് അതുപോലെ തന്നെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നല്ല ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫാറ്റി ലിവറിനെ കുറിച്ചിട്ട് അത്ര ധാരണയില്ലാത്ത ആളുകളാണ് നിങ്ങളുടെ ചുറ്റിലുള്ളത് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്യുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ ദെൻ ബൈ.